പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ഇവിടെ ആരംഭിക്കുന്നു. ഈ നാടകം ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ മാത്രമേ ഇതിന്റെ കഥാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ നാടകം നിങ്ങളുടെ മൊബൈലിലോ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത് ഞങ്ങളെ വൈറലാക്കരുതേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇതാ ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാൽ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ആരെങ്കിലുമായി സാദൃശ്യം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികം. കണ്ടിട്ടൊരു റിച്ച് ലുക്ക് ഉണ്ടല്ലേ, നമുക്കങ്ങ് എടുത്താലോ? എന്തോ ഒരു പണി വരാനുള്ള ലക്ഷണമുണ്ടല്ലോ. അതെടുത്താണ്ടല്ലോ 1 വർഷത്തേക്ക് നിങ്ങൾ പെട്ടു. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? പ്രഥമയ്ക്ക് ബാബുവല്ലോ കഥ, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. സൂപ്പർ സ്റ്റീഷൻ എങ്കിൽ നീ എടുക്ക്. എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. രംഗം 1. GCK BOD മീറ്റിംഗ്. എന്നാ പരിപാടി? നമ്മളെന്നാ ചെയ്യേണ്ട ഇവിടെ? എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണയുണ്ടോ? ഓ ഇതൊക്കെ എന്ത്? സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. പിന്നല്ല കുട്ടി കൊള്ളാല. അപ്പോ ഇന്നത്തെ അജണ്ട എന്നാ നമുക്കത് ഫുഡിൽ തന്നെ തുടങ്ങിയാലോ? ഓക്കെ, ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഇത്രയും കഴിവുള്ള മലയാളി ഷെഫുമാരിവിടെ ഉള്ളപ്പോ നിനക്ക് ഫുഡ് പുറത്തുനിന്ന് മേടിക്കണോടാ ചാട. കവി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പരിപാടി ഫുഡ് തന്നെ അങ്ങ് തുടങ്ങുക. ഹൈ, എല്ലാം ശടപടേന്നായിരുന്നു. രംഗം 2. ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻസ്. ഇവിടെ ക്രിസ്മസിന് ഇതൊരു വിനോദം കിട്ടിയില്ല കേട്ടോ. അതിപ്പോ എങ്ങനെ കിട്ടാനാ? കാലങ്ങളായി നമുക്ക് നല്ല പേരല്ലേ. GCKക്ക് സ്വന്തമായ ഒരു ഓഡിറ്റോറിയം. ഇനി അതേ ഒരു രക്ഷയുള്ളൂ. ടെൻഷൻ അടിക്കട്ടെ, ക്രിസ്മസ് നടത്താൻ ഓണം വരെ സമയമുണ്ടല്ലോ. എന്റെ പ്രോഗ്രാം പ്രൈം ടൈം ആക്കാമോ? എന്റെ ഫസ്റ്റ് ഹാഫ് വെക്കാമോ? എന്റെ 5 ഡാൻസ് ഒന്ന് അടുപ്പിച്ച് വെക്കാം. സീക്വൻസ് മാറ്റാമോ? ഓഡിറ്റോറിയത്തിന് ലൈറ്റും പോരാ, പ്രൊജക്ഷനും കൂടി. ഇവന്മാർക്ക് വേറെ ഓഡിറ്റോറിയം കിട്ടിയില്ല. NC സ്റ്റേറ്റ് മതിയായിരുന്നു. ഇനിത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. എന്റെ കല്യാങ്കാട്ട് നീലി 5 മിനിറ്റിന്റെ പരിപാടിക്ക് 5000 റിക്വസ്റ്റാ. ഒന്നും പേടിക്കണ്ട, അതൊരാളുടെ ലൈറ്റ് സീക്വൻസ് ടെസ്റ്റ് ചെയ്തതാ. അങ്ങനെ അതും തീരുമാനമായി. കലാപരിപാടികൾ കഴിഞ്ഞു. ഇനി കുറച്ച് കായികമായാലോ? രംഗം 3. GCK സ്പോർട്സ്. മച്ചാനെ, നമ്മ പരിപാടി എന്താണ്? ഇച്ചിരി വോളിബോളും ഇച്ചിരി ഫുട്ബോളും അതൊക്കെ പോരെ. അതൊന്നും പോരാ. ഇൻഡോർ സോക്കർ, ഔട്ട്ഡോർ സോക്കർ, ഇൻഡോർ വോളിബോൾ, ഔട്ട്ഡോർ വോളിബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോൾ, ത്രോ ബോൾ, ചെസ്, കാർഡ് 28, കാർഡ് 56, ബാഡ്മിന്റൺ, കിഡ്സ്, സിംഗിൾസ്, ഡബിൾസ്, മെന്ന്, വുമണ്, ഫാമിലീസ്, പെറ്റ്സ്. എന്നാ പിന്നെ ഇതൊരു ഒളിമ്പിക്സ് ആയിട്ടൊക്കെ പ്രഖ്യാപിച്ചാ പോരെ. ഇത്രയും പരിപാടികൾക്ക് ആളെ കിട്ടുമോ? കയ്യും കാലും പിടിച്ച് നമ്മൾ ആളെ ഇറക്കും. ഇത്രയും പരിപാടി നടത്തിയ സ്പോർട്സ് സെക്രട്ടറിക്ക് ബാൻഡ് ബജ്ജി ആയേക്കാം. അടിയോ ബജ്ജിയ. രംഗം 4. താളമേളം. വെറൈറ്റി പ്രോഗ്രാംസ് ഒന്നുമില്ലേ? വെറൈറ്റി വേണം. ഒരു ഉഗ്രൻ വെറൈറ്റി പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഒരു ഔട്ട്ഡോർ മ്യൂസിക്കൽ ഗ്രാൻഡ് ക്ലാസ. മ്യൂസിക്കാ? അതിനിവിടെ പാട്ടുകാരെ കിട്ടുക? ഇവിടെ പാട്ടുകാരെ തട്ടിയിട്ട് നടക്കാൻ വേണം. എന്തിന്? ഞാൻ വരെ പാടും. I can
രംഗം 5 പിക്നിക്. അപ്പോ അടുത്ത പരിപാടി പിക്നിക്. ഇനി പിക്നിക്ക് വേണം. പിക്നിക് വേണം. ദോശ, ചമ്മന്തി, ചിക്കൻ ഫ്രൈ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കഴിക്കട്ടെ, അല്ല കൊടുക്കട്ടെ. എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. അപ്പോ ഫുഡ് കമ്മിറ്റി ചാപിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിംഗിൾ മെമ്പർഷിപ്പായിട്ട് വരുന്നവർക്ക് സിംഗിൾ കോഴിക്കാല് കൊടുത്താൽ മതി. എന്നാ എനിക്കൊരു ഡിമാൻഡുണ്ട്. RSVP ചെയ്യാതെ വരുന്ന എല്ലാവരുടെയും ആധാർ കാർഡ് കാണിച്ചിട്ട് വിട്ടാ മതി. മ്യൂസിക്, പിക്നിക്, ചാത്തന്മാരെ എന്നാണാവോ എന്നൊരു മോചനം. രംഗം 6 പ്രൊഫഷണൽ മീറ്റപ്പ്. പ്രൊഫഷണൽ ആണോ? എങ്കിൽ പിന്നെ കോട്ട് ചൂട്ടും വേണം. എന്തൊക്കെ പറഞ്ഞാലും കുറെ പേര് നിക്കറിട്ടങ്ങ് വരും. അങ്ങനെ പടക്കടകുതാവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി തമാർപ്പടം. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. നമ്മുടെ അവസാനത്തെ പ്രോഗ്രാമായ ഓണവും കളറായി. ഇനി ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ദൈവമേ, ഇനി വരുന്നവന്മാര് സന്തോഷത്തോടുകൂടി ഈ ബാധ അങ്ങ് മേടിച്ചാൽ മതിയായിരുന്നു. കിളിയെ